വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓസ്ട്രേലിയൻ വ്ളോഗിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങളിനി പോകുന്നതിന് മുമ്പ് ഒരു ഫുൾ ഡേ ഉള്ളൂ. പിറ്റേ ദിവസം ഫ്രൈഡേ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്നത്തെ ദിവസം ചേച്ചിയും ചേട്ടനും കുട്ടികളൊക്കെ ലീവാക്കാം, നമുക്ക് ഫുൾ ഡേ കറങ്ങാം, ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി അടിച്ചു പൊളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അന്നേ ദിവസം ഞങ്ങൾ രാവിലെ നേരത്തെ എണീറ്റ് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത്ര നേരത്തെയൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കോൺഫ്ലെക്സും ബ്രെഡും ഒക്കെ കഴിച്ചിട്ട്, അപ്പോൾ എൻ്റെ ഇളയ മോൻ ആദ്യമായിട്ടാണ് കേട്ടോ കോൺഫ്ലെക്സ് ഒക്കെ കഴിക്കുന്നത്. അവനങ്ങനെ കൊടുക്കാറില്ല. ഇഡ്ഡലി, ദോശ അല്ലെങ്കിൽ പുട്ട് അങ്ങനത്തെ ഇതൊക്കെയാണ് അവനിഷ്ടം. അപ്പോൾ ആദ്യമായിട്ട് ഇന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിച്ചോളൂ. പിന്നെ കുറച്ച് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ഞങ്ങൾ പോണതിന് മുമ്പ് യൂസ് ചെയ്ത് ക്ലോത്ത്സൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഉണക്കാനിട്ടതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ റെഡി ആയിട്ട് പോയത്. അപ്പോൾ കുറച്ച് വൈകി പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് കാറിൽ പോയി. ചേട്ടൻ്റെ കാറിലാണ് പോയത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന ഒരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്ലേഡ് ബൊട്ടാണിക് ഗാർഡൻ ആണ്. ഇതും ഏകദേശം ഒരു 20 to 30 മിനിറ്റ്സ് അതിനുള്ളിൽ നമ്മൾ അവിടെ എത്തി. പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് കുറച്ച് മരങ്ങളുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ടുള്ള മരങ്ങളാണെന്ന് തോന്നുന്നു. അത്രയ്ക്ക് എന്താ പറയുക, വലിയ റൂട്ട്സൊക്കെ ആയിട്ടുള്ളത്, പുറത്തേക്ക് തന്നെ ആയി നിൽക്കുന്ന വലിയ വലിയ മരങ്ങൾ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ സ്ഥിരം കലാപരിപാടിയാണല്ലോ ഫോട്ടോസ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ വെച്ചിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ചേട്ടൻ ഇപ്പോൾ ചെയ്യുന്നത് കാർ പാർക്കിങ്ങിൻ്റെ സ്ലിപ്പ് എടുക്കുകയാണ്. കാരണം പാർക്കിങ്ങിന് ഫീ ഉണ്ട്. വീക്ക് ഡേയ്സിലായതുകൊണ്ടാണ് കേട്ടോ ഫീ. വീക്കെൻഡ്സിൽ ഇതൊക്കെ ഫ്രീ ആണ് ഇങ്ങനെ പാർക്കിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ട്. സ്നാക്സാണ്, ഫുഡ് ഐറ്റംസ്. കാരണം ഉച്ച സമയത്ത് ഞങ്ങൾ എന്തായാലും പാർക്കിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ച് കുട്ടികളുടെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കറങ്ങിയിട്ടായിരിക്കും വീട്ടിലേക്ക് പോവുക. അപ്പോൾ ലഞ്ച് എന്തായാലും പുറത്തായിരിക്കും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവർ നടക്കാൻ തുടങ്ങിയാൽ അപ്പം വിശക്കും. നമ്മൾ ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ എൻട്രൻസിൽ തന്നെ ഇതുപോലൊരു ബോർഡുണ്ട്. അപ്പോൾ അവിടുത്തെ ഫുൾ ഇൻഫർമേഷൻസ് നമുക്ക് അവിടെ നിന്ന് വായിച്ചിട്ട് പോവാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് നോട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് പോകാമല്ലോ. അപ്പോൾ കയറുമ്പോൾ തന്നെ വലിയൊരു കാട് പോലെയാണ് തോന്നുക. വലിയ വലിയ മരങ്ങൾ ഒക്കെ ആയിട്ട് നല്ല തണലുണ്ട്. ശരിക്കും നമ്മൊരു കാട്ടിലേക്ക് കയറിയ പോലെയാണ് കേട്ടോ തോന്നുക. അത്ര രസമുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ. കുറേ നടക്കാനും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് സെൽഫീസും കാര്യങ്ങളൊക്കെ എടുത്ത് നടക്കായിരുന്നു. അപ്പോൾ അതിനിടയിൽ ചേച്ചിയുടെ മോള് വന്നു കേട്ടോ. അപ്പോൾ ആൾ വേഗം ഓടിപ്പോവാണ് ഞങ്ങളുടെ അടുത്ത് നിന്ന്. അപ്പോൾ ആളെ ഞങ്ങൾ പിടിച്ച് നിർത്തി. ആൾക്ക് ഇഷ്ടമല്ല വീഡിയോസിൽ ഇങ്ങനെ നിൽക്കുന്നതൊന്നും ഇഷ്ടമല്ല. അത് ഞങ്ങൾ പിടിച്ച് നിർത്തി. പിന്നെ കുറച്ചുകൂടി മുമ്പോട്ട് പോയപ്പോൾ നല്ല ഭംഗിയുള്ള മരങ്ങൾ, ശരിക്കും എന്താ പറയുക, കാട്ടിൽ ചെന്ന് വിട്ട പോലെ തന്നെയാണ് നമുക്ക് തോന്നുക. റീൽസ് അതുപോലെ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ അതുപോലത്തെ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചു എന്നുള്ളൂ. നല്ല രസമുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നടന്നെത്തിയത് ആമസോൺ വാട്ടർ ലില്ലിയുടെ പവലിയനിലാണ്. ഇത് ഫുള്ള് ഗ്ലാസ്സിലാണ് കേട്ടോ മെയ്ഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ആമസോൺ വാട്ടർ ലില്ലിക്ക് വളരാനായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ഗ്ലാസ് ഹൗസൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതിലും വേറെ ചെടികളൊക്കെ ഉണ്ട്. പക്ഷെ പ്രധാനമായിട്ടും ഈ വാട്ടർ ലില്ലിയാണുള്ളത്. അപ്പോൾ ഇത് അമേരിക്കയിലെ ആമസോൺ കാടുകളിലൊക്കെ കാണുന്ന ബാക്ക് വാട്ടേഴ്സിൽ, റിവറിലൊക്കെ കാണുന്ന വാട്ടർ ലില്ലിയാണ്. അപ്പോൾ ആ ഒരു ക്ലൈമറ്റ് തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റപ്പിൽ ഇവർ ഉണ്ടാക്കിയേക്കുന്നത്. ഇത് ഇത് 2007 പവലിയൻ ഉണ്ടാക്കിയത്. 2008 തന്നെ ഇതിൽ പൂവുണ്ടായി. ഇപ്പോൾ ഒരു പൂവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ വന്ന സമയത്തിൻ്റെ ആയിരിക്കും. പിന്നെ വാട്ടർ ലില്ലിയുടെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. വലിയ ലീഫായിട്ട് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ. അപ്പോൾ നേരിട്ട് കാണാൻ പറ്റിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ കുറച്ചുകൂടി പോകുന്നപ്പോൾ ഇതുപോലൊരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ബൈസെൻറ്റേനിയൽ കൺസർവേറ്ററി ആണ്. അതൊരു ബിൽഡിംഗ് ആണ്. ഒരു 100 മീറ്റേഴ്സൊക്കെ നീളത്തിലുള്ള ഒരു ബിൽഡിങ്. അപ്പോൾ അതിനുള്ളിൽ ലോ ലാൻഡിൽ മഴക്കാടുകളിലൊക്കെ വളരുന്ന ചെടികളെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുത്തേക്കണതാണ്. നമ്മൾ ശരിക്കും എന്തോ വലിയൊരു കാട്ടിലേക്ക് പോകുന്ന പോലെയാണ് ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് തോന്നാം. അപ്പോൾ മഴക്കാടുകൾ എന്ന് പറയുമ്പോൾ നല്ല തണവായിരിക്കും. അവർ പൈപ്പൊക്കെ വെച്ചിട്ട് നന്നായിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൈഡിലിങ്ങനെ മഴയൊക്കെ പോലെ ഇങ്ങനെ തോന്നും നമുക്ക്. എപ്പോഴും വെള്ളം ഉള്ളൊരു സ്ഥലമാണത്. ലോ ലാൻഡ് എന്ന് പറയുമ്പോൾ നോർത്തേൺ ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, പസഫിക് ഐലൻഡ്സ് അതിലൊക്കെ ചെടികളെയാണ് ഇവിടെ കൊണ്ടുവന്ന് ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കിയേക്കുന്നത്. അത്രയും റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ മഴക്കാടുകളിലൊക്കെ വളരുന്ന ചെടികൾ എന്ന് പറയുന്നത് അത്രയും
നല്ല രീതിയിൽ വളരുന്നതാണ്. ആ ഒരു ഹാബിറ്റാറ്റിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇങ്ങനെ വളർത്തി ഇങ്ങനെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ ഇതിലിങ്ങനെ നമുക്ക് നന്നായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് മുകളിലും താഴെയൊക്കെ ആയിട്ട് വാക്ക് വേസ് ഉണ്ട്. അപ്പോൾ അടിയിൽ കൂടെ പോയി മുകളിലേക്ക് വരാം, അല്ലെങ്കിൽ മുകളിൽ കൂടെ അടിയിലേക്കൊക്കെ പോവാം. അങ്ങനെ കയറി ഇറങ്ങുന്നത് എനിക്കിഷ്ടമായിട്ട്, എനിക്കും മോനും ഇഷ്ടമായി. അപ്പം ഞാനിങ്ങനെ 2-3 വട്ടം മുകളിലേക്കും അടിയിലേക്കൊക്കെ കയറി ഇറങ്ങി. അപ്പം എന്താ പറയുക, നമ്മൾ അനാക്കോണ്ട ഫിലിമൊക്കെ കാണില്ലേ, അപ്പോൾ അതിൽ കുറേ പച്ചപ്പൊക്കെ ആയിട്ടുള്ള ചെടികൾ കാണില്ലേ, അതൊക്കെ കണ്ടൊരു ഫീലായിരുന്നു കേട്ടോ എനിക്ക്. വേറെയും സിനിമകളുണ്ട്, ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇതാണ് കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും നേരം നടന്നപ്പോഴേക്കിനും മക്കളൊക്കെ സൈഡായി. മൂത്താൾ എവിടെയോ, ആൾക്ക് ദേഷ്യം വന്നിരിക്കുകയാണ് കുറേ നടന്നു കഴിഞ്ഞപ്പോൾ. ഇനി മതി പോവാം, ഇവിടെ ഒന്നുമില്ല. അവർക്ക് കാട് കാണുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നില്ലല്ലോ. കുറച്ച് നേരമൊക്കെ ഓടിക്കളിച്ചു. ഇപ്പോൾ എവിടെയോ ചെന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇളയാളും കാലൊക്കെ കഴിച്ചിട്ട് ചേച്ചിയുടെ മോളോട് എടുക്കാൻ പറഞ്ഞിട്ട് ആളിങ്ങനെ ഉപ്പൻ ചാക്കാക്കി കുറേ നേരമായി എടുത്തുകൊണ്ട് നടക്കുന്നു. എനിക്കാണെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമ്മൾ ശരിക്കും ഒരു കാട്ടിൽ ചെന്ന് വിട്ട പോലെ നന്നായിട്ട് ശുദ്ധവായു കിട്ടുന്നു. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നമ്മുടെ മൈൻഡ് നല്ല കൂളാവും. അപ്പോൾ കുട്ടികൾക്കൊന്നും ഇത് പറഞ്ഞാൽ അറിയില്ലല്ലോ, അവർ കളിക്കണം അങ്ങനത്തെ ഒരു മൈൻഡാണല്ലോ, അവർക്കൊന്നും പ്രത്യേകിച്ച് ഇവിടെ കാണാനുമില്ല. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അവരുടെ ഇഷ്ടത്തിന് നിൽക്കണം. അപ്പോൾ പോവാമെന്ന് പറഞ്ഞപ്പോഴേക്കിനും എല്ലാവരും ഓടി വരുന്നുണ്ട്, വാ വേഗം പോവാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ വിശക്കുന്നും ഉണ്ടാവും. ഏകദേശം ഉച്ച സമയമായിട്ടുണ്ട്, ലഞ്ച് കഴിക്കുന്ന സമയമായിട്ടുണ്ട്. അപ്പം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്നാക്സൊക്കെ എല്ലാവർക്കും കൊടുത്ത് അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെ യാത്രയായി. കാരണം നടുക്കാണ് നിൽക്കുന്നത്, തിരിച്ച് പോകണമെങ്കിലും കുറേ ഉണ്ട് പോവാനായിട്ട്. അപ്പോൾ നമ്മൾ വേറൊരു വഴി കൂടെ നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്കാണ് നമ്മൾ നല്ല രസമുള്ള സ്ഥലം, ഫിലിംസിലൊക്കെ സോങ്ങിന് ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻ പോലെയുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ വീഡിയോ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ എന്താ ചുറ്റിലും ഈ ഒരു പച്ചപ്പ് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട്. ഞാൻ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോരുന്നുണ്ടായിരുന്നില്ല. പിന്നെ മക്കൾ സമ്മതിക്കാത്തതുകൊണ്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ കുറച്ചും കൂടി സമയം അവിടെ ഇരുന്നിട്ടേ ഞങ്ങൾ പോരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊരു വലിയൊരു പൈൻ ട്രീ ആണ്, ഭയങ്കര വലുതാണ് കേട്ടോ. നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ട്, മുകളിലേക്ക് ഇങ്ങനെ ചില്ലകളൊക്കെ പോയിട്ട്. ഇത് പൈൻ ട്രീ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ വെക്കുന്ന ട്രീ. പിന്നെ ആ ട്രീയിലുണ്ടാവുന്ന ഒരു ബ്രൗൺ കളറിലൊക്കെ ഇതല്ലേ, അതൊക്കെ ഈ ട്രീയിലുണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല രസമുണ്ട്. നമ്മൾ ഡെക്കറേഷന് വേണ്ടി മാത്രം ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വാങ്ങിച്ച് വെക്കുന്നു, അതിൻ്റെ റിയൽ ആയിട്ടുള്ള ട്രീനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവിടെ നിന്ന് കുറച്ച് പോന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു പോണ്ട്, അതിൽ ഒരു ഫൗണ്ടനൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് പേര് നിന്ന് ഫ്ലവറൊക്കെ വെക്കുന്നുണ്ട്. ഞാൻ അപ്പുറത്തെ സൈഡിൽ എത്തുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഗേറ്റൊക്കെ പോലെ ആയിട്ട്, അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് എല്ലാവരും പൂവൊക്കെ കൊണ്ടുവച്ചിട്ട് ബൊക്കേസൊക്കെ കൊണ്ടുവച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം എൻട്രൻസിൻ്റെ അവിടെ എത്തി. അപ്പോഴാണ് വേറൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ വഴി കൂടെ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്നത് കേട്ടോ. ഇത് പുറത്തേക്ക് ഏകദേശം എത്താനായിട്ടുണ്ട്. അപ്പോഴാണ് മുളക്കാട്, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ മുളകളിങ്ങനെ വെച്ച് കൊടുത്തേക്കാണ് ഒരു സൈഡിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകാം. അപ്പോൾ ഈ ഒരു ഏരിയയും എനിക്ക് ഇഷ്ടമായി, നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിലായിട്ട് ചെന്നിരിക്കാം കേട്ടോ. കുറച്ച് പേര് അങ്ങനെ ഇരിക്കുന്നുണ്ട്, കുറച്ച് ഫാമിലിയൊക്കെ. അപ്പം അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം പാർക്കിൽ നിന്ന് പോയി. പാർക്കിൽ നിന്ന് പോയത് വേറൊരു സ്ഥലത്തേക്കാണ്. ആർക്കും വീട്ടിലേക്ക് പോകാനായിട്ട് താല്പര്യമില്ല. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് വേറൊരു പാർക്കുണ്ട്, വലിയ സ്ലൈഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കിനും ആദ്യമേ എല്ലാവർക്കും വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി സ്നാക്സൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചു. എന്നിട്ടാണ് കളിക്കാൻ പോയത്. അപ്പോൾ മോന്, ചെറിയ ആൾക്ക് ഭയങ്കര ഇഷ്ടം അതിൻ്റെ മുകളിൽ കയറണമെന്ന് പറഞ്ഞിട്ട്. നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഗൗരി ചേച്ചി ഹെൽപ്പ് ചെയ്തിട്ട് ആളെ കൊണ്ടുപോവുകയാണ്, മുകളിൽ കൊണ്ടുപോയിട്ട് സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവൻ ഫസ്റ്റ് ടൈമാണ് ഇത്ര ഹൈറ്റിൽ നിന്ന് സ്ലൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനും ടെൻഷനിലായിരുന്നു, പേടിച്ചിട്ട് ഇപ്പോൾ എന്താവുമോ എന്ന് വെച്ചിട്ട്. പക്ഷെ അവന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, അവന് കുഴപ്പമുണ്ടായില്ല. അവൻ വളരെ സിമ്പിളായിട്ട് സ്ലൈഡ് ചെയ്ത് വന്നു. പിന്നെ അവിടെയുള്ള എല്ലാ റൈഡിലും അവൻ ഓടിച്ചാടി കയറി കളിക്കുകയായിരുന്നു കേട്ടോ. ഭയങ്കര അർമാദിക്കലായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടമായി, എല്ലാ റൈഡ്സും ഇഷ്ടമായി. അവൻ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കുറച്ച് വലുതായതിന് ശേഷമാണ് ഇങ്ങനെയുള്ള റൈഡിലൊക്കെ കയറുന്നത്, അല്ലെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു ചെറുതായിരുന്നപ്പോൾ. ഇപ്പോൾ ആ പേടിയൊക്കെ മാറി, അവന് വലിയ കുട്ടിയായതിൻ്റെ എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇഷ്ടമായത് ഇതിലാണ് കേട്ടോ, ഇങ്ങനെ തള്ളി വിടുന്നത്.
ഇതിനെ പറയുന്ന പേര് എനിക്കറിയില്ല. പക്ഷേ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇവർ സ്ഥിരം വന്ന് റൈഡിലൊക്കെ കയറുന്നതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പോന്ന് വീട്ടിൽ വന്ന് ഫുഡൊക്കെ ആക്കണമായിരുന്നു. ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ചേട്ടൻ്റെയും ചേച്ചിയുടെയും കൂടെ പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. മന്തി റൈസിനൊക്കെ ഉണ്ടാക്കുന്നൊരു ചമ്മന്തിയില്ല, അപ്പോൾ അതുപോലെ ഉണ്ടാക്കി. പക്ഷേ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കൂട്ടി കഴിച്ചപ്പോൾ. അപ്പോൾ കുട്ടികൾ നല്ല വിശപ്പായിരുന്നു. അങ്ങനെ കാര്യമായിട്ടുള്ള ഭക്ഷണം അങ്ങനെ കഴിച്ചിട്ടില്ലല്ലോ, നമ്മൾ സ്നാക്സ് അങ്ങനെയൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും തളർന്നിരിക്കുകയാണ്, കളിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് നേരം ലാപ്ടോപ്പിൽ നോക്കി കാണട്ടെ എന്ന് ചോദിച്ചിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. എല്ലാവരും പാവങ്ങളെ പോലെ ഇരിക്കുന്നുണ്ട്, കളിച്ച് ക്ഷീണിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇതുപോലെയൊന്നും ഇരിക്കാറേ ഇല്ല. അപ്പോൾ മൂന്നാളും കൂടി ഇരുന്നു. പിന്നെ എൻ്റെ മൂത്ത മോന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല പുറത്ത് പോയാൽ ഫുഡിൻ്റെ കാര്യത്തിലോ, അല്ലെങ്കിൽ വലിയ കുട്ടിയായതിൻ്റെയാണ്. പക്ഷേ ചെറിയ ആളാണ്, എവിടെ പോയാലും എനിക്കൊരു ടെൻഷൻ, ഫുഡിൻ്റെ കാര്യത്തിലായാലും വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടാവാറുണ്ട്. ഈ ഒരു ട്രിപ്പിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര അവിടുത്തെ ഒരു ക്ലൈമറ്റിൻ്റെയും കൂടി ആയിരിക്കും, പൊടിയൊന്നും ഇല്ലാത്തതിൻ്റെ, അല്ലെങ്കിൽ പൊടിയുടെ ബുദ്ധിമുട്ട് അവന് പെട്ടെന്നുണ്ടാവും. പുറത്ത് എവിടെ പോയാലും ഒരു 2 ദിവസത്തിനുള്ളിൽ അവന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ചുമയൊക്കെ ആയിട്ട്, അലർജിയുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് ഞങ്ങൾ പോവാനുള്ള പാക്കിങ്ങാണ്. പിറ്റേ ദിവസം 6 മണി ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഇറങ്ങണം എയർപോർട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ എല്ലാവരും പാക്ക് ചെയ്തു. ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങൾ തന്നെ ഒന്ന് അടുക്കി പെറുക്കി വെച്ച് ഞങ്ങൾ കൊണ്ടുപോവാണ്. പിന്നെ എല്ലാവർക്കും ഒരുമിച്ച് കിടക്കണമെന്ന് പറഞ്ഞു. പിന്നെ ആർക്കും ഉറങ്ങണ്ട, കുറേയും കൂടെ സമയം കളിച്ചിരിക്കണം, അങ്ങനെയൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ 1 വീക്ക് പെട്ടെന്ന് പോയി. കുട്ടികൾ എല്ലാവരും കളിച്ച് മതിയായിട്ടില്ല. അപ്പോഴേക്കും നമുക്ക് തിരിച്ചു പോരേണ്ടി വന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല. ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങി, എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി. ചേട്ടനാണ് ഞങ്ങളെ കൊണ്ടാക്കുന്നത് എയർപോർട്ടിൽ. പിന്നെ കുട്ടികൾ ഉറങ്ങി എണീറ്റതിൻ്റെ ഒരു ഇതുണ്ട്, ഉറക്കപ്പിച്ച് വിട്ടിട്ടില്ല. അപ്പോൾ അവർ പോരുന്നതിൻ്റെ വിഷമമുണ്ട്, പിന്നെ ഉറക്കം നേരത്തെ എണീറ്റതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമുണ്ട്. പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു രാവിലെ. നല്ല തണുപ്പിൽ പുറത്ത് പോണതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ അഡ്ലേഡ് എയർപോർട്ടിലെത്തി. ഏകദേശം ഒരു 30 മിനിറ്റ്സിൻ്റെ അടുത്തുണ്ടായിരുന്നു ട്രാവൽ ചെയ്യാനായിട്ട്. ഞങ്ങൾ വന്നപ്പോൾ എയർപോർട്ട് അങ്ങനെ കണ്ടില്ല, ഇരുട്ടായിരുന്നു. ഇപ്പോൾ നേരം വെളുത്ത് വന്നതുകൊണ്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റി. അപ്പം ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് ചേട്ടൻ പോയി. അവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല, പാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് പോകേണ്ട കാര്യമുള്ളതുകൊണ്ട് ചേട്ടൻ ഞങ്ങളോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് പിരിഞ്ഞു. അപ്പോൾ മോനാണെങ്കിൽ ഉറക്കം വന്നിട്ട് ഉറങ്ങണം എന്നുള്ള വാശിയിൽ നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് എന്തായാലും കഴിക്കില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡ് കയ്യിലെടുത്ത് പിടിച്ചു. ചെക്ക് ഇന്നൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഫുഡ് എടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ലഗേജൊക്കെ വിട്ടു. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഇനിയിപ്പോൾ എവിടെ ഇരുന്നാൽ കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നടക്കണം കേട്ടോ. അപ്പോൾ അവനിങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ്. അവിടെ നിന്നാൽ ഫുള്ള് നമുക്ക് ഭാഗമൊക്കെ കാണാൻ പറ്റും എയർപോർട്ടിൻ്റെ. പിന്നെ ഞങ്ങൾ ഹാൻഡ് ലഗേജ് വിട്ടിട്ടുണ്ടായിരുന്നില്ല. കുട്ടികളുടെ ഡ്രസ്സ് അങ്ങനത്തെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹാൻഡ് ബാഗിൽ ഫുഡ് ഉണ്ടായിരുന്നു, വാട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരു ചെക്കിങ് കൂടി ഉണ്ട് ഗേറ്റിൽ എത്തുന്നതിന് മുമ്പ്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മുടെ വെള്ളം ഫുള്ള് എടുത്ത് കളയാണ് ഉണ്ടായത് കേട്ടോ. എന്ന് വെച്ചാൽ വെള്ളം ഒട്ടും നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഫുള്ള് വെള്ളം കളഞ്ഞു. കുട്ടിക്കുള്ള വെള്ളമെന്ന് പറഞ്ഞിട്ടും അവർ സമ്മതിച്ചില്ല. എന്നിട്ട് നമ്മൾ ഗേറ്റിൻ്റെ അടുത്ത് റീഫിൽ ചെയ്യാനുള്ള സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ പോയി ഫില്ല് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളമൊക്കെ എടുത്തിട്ടാണ് പിന്നെ പോയത്. അപ്പോൾ വെള്ളമൊക്കെ കൊണ്ടുപോകുമ്പോൾ സൂക്ഷിക്കുക, അവരെടുത്ത് കളയും. പിന്നെ ലിക്വിഡ്സ് ആയിട്ടുള്ള 100 ml കൂടുതലുള്ളതെല്ലാം അവരെടുത്ത് കളയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗേറ്റിന് ഫ്രണ്ടിലെത്തിയിട്ട് ഫുഡ് മോന് കൊടുത്ത് അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ട്രാവൽ ചെയ്തത്. ഗേറ്റൊക്കെ ഓപ്പണായി. അങ്ങനെ ഞങ്ങൾ കോലാലംപൂർ എയർപോർട്ടിലേക്കാണ് പോണത്. അവിടെ നിന്നാണ് നമുക്ക് കൊച്ചിയിലേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു 7 മണിക്കൂറിൽ കൂടുതലുണ്ടായിരുന്നു തോന്നുന്നു കോലാലംപൂർക്ക്. കറക്റ്റ് ടൈം എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കിനും വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു, ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു കോലാലംപൂർ എത്തിയപ്പോൾ. പിന്നെ ഞങ്ങളുടെ ഫ്ലൈറ്റ് കുറച്ച് വൈകിട്ടാണ് ലാൻഡ് ചെയ്തത്, കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഞങ്ങളുടെ നെക്സ്റ്റ് ഫ്ലൈറ്റും
ഡിലേ ആയിരുന്നു. അപ്പോൾ കുറച്ച് അധികം സമയം നമുക്ക് എയർപോർട്ടിൽ ഇരിക്കേണ്ടി വന്നു. അപ്പോഴേക്കും കുട്ടികളൊക്കെ ആകെ ടയേർഡായി. നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും കുറേ നേരം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്നു. ഡിലേന്ന് കാണിക്കുമായിരുന്നു. ഒരുപാട് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ഒരു 5 മണിക്കൂർ അതിൽ കൂടുതൽ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവിടെ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ലൈഫിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജേണി സ്റ്റാർട്ട് ചെയ്തത് ഇവിടെയാണ്. ഇനിയും നമുക്ക് തിരിച്ചു വരണം. അതിന് കുറച്ച് താമസം ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് എൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോസിലൂടെ വരാം. വീഡിയോസ് ഇടാനായിട്ട് കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട്. അതിപ്പോൾ കുറേ നാളായി വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റേതായൊരു എഡിറ്റിങ്ങിനൊക്കെ കുറേ സമയം എടുക്കുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഡിലേ വരുന്നത്. പെട്ടെന്ന് തന്നെ വീഡിയോസ് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.